എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിലേക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തിലാണ്. കോടീശ്വരിയായ മരുമോളല്ലേ വീട്ടിലേക്ക് വന്ന് കയറിയിരിക്കുന്നേ. ഇപ്പൊ ഇനിയിപ്പോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചന്ദ്രമതി അന്നത്തെ ദിവസം പതിവില് നേരത്തെ എഴുന്നേറ്റ് നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ്. അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ രേവതി ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചന്ദ്രമതി ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്തോണ്ട് പോകാൻ തുടങ്ങിയപ്പോ രേവതി ചോദിച്ചു, അല്ല അമ്മ എങ്ങോട്ടെ ചായയൊക്കെ ആയിട്ട്? ഇത് ഞാൻ വർഷയ്ക്കുള്ളാന്ന് പറയണ. അല്ല അത് പിന്നെ അമ്മേ നീ കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാം കൊണ്ടേ കൊടുക്കാനായിട്ട്. പിന്നെ നീ കൊണ്ടേ കൊടുത്തിട്ട് അതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വലിയ ആളും കളിച്ചോണ്ട് ശ്രീകാന്തിന്റെ മുറിയുടെ അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ കഥയെ മുട്ടാൻ തുടങ്ങിയപ്പോഴത്തേന് കഥ അങ്ങോട്ട് തുറന്നു വന്നു. ഇതെന്താ കഥ ഒന്നും കുറ്റിയിടാതെയാണ് കിടന്നേന്ന് ഓർത്ത് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് വർഷയുടെ സാരിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം ചന്ദ്രമതി ഞെട്ടിപ്പോയി. ഇതെന്താ സംഭവം, ഇതെന്താടാന്ന് ചോദിക്കുകയാണ്. ശ്രീകാന്തിനും ഭയങ്കര ശമ്പലം ഉണ്ടായി. അല്ല അത് പിന്നെ ഇത് വർഷയുടെ സാരി, അതിന് വർഷയുടെ സാരി നീയാണോ മടക്കണേ? കൊള്ളാലോന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ അമ്മേ ഞാന്, ഓഹോ ഇത്രയും കാലം വീട്ടിലൊരു തുണി പോലും മടക്കാത്തവൻ ഇപ്പൊ ഭാര്യയുടെ സാരി മടക്കുന്നു, നല്ല കാഴ്ചയുള്ള ഞാൻ കാണുന്നേ. അല്ല വർഷം എന്തെന്ന് ചോദിക്കുക. അവളിവിടെ ഇല്ല, പോയെന്ന് പറയണം. പോയോ? എന്തിനാടാ പിണങ്ങിപ്പോയതാണോ? എടാ എന്ത് പരിപാടി നീ കാണിച്ചേ? നീ അവളെ എന്തിനാ പറഞ്ഞു വിട്ടെ? ഒരു കാര്യം ചെയ്യ, ഇപ്പൊ ചെന്ന് തിരിച്ചു വിളിക്കാം, നീയും കൂടെ എന്റെ കൂടെ വാ, ഞാനും കൂടെ വരാന്ന് പറയാണ്. നീ അവളോട് വഴക്കുണ്ടായി കാണൂലേ, എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ കിടന്ന് അലമുറ ഇടുവാണ്. ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു, അമ്മയൊന്നും മിണ്ടാതിരിക്കുക, അവള് വീട്ടിലേക്ക് പിണങ്ങിപ്പോയതൊന്നും അല്ല. പിന്നെയോ അവള് ജോലിക്ക് പോയതാന്ന് പറയും. ജോലിക്ക് പോയതോ? എടാ ഇത്ര നേരം വിളിക്കുന്നതിന് മുമ്പോ? അതമ്മേ അവളങ്ങനെയാ, എപ്പോഴാ പോണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയണം. ഞാൻ പോലും അറിഞ്ഞ അവൾ അവിടെ ചെന്നിട്ട് വിളിച്ചു പറഞ്ഞതിന് ശേഷമാന്ന് പറയണം. ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു, ഇതൊന്നും ഇവിടെ ശരിയാകത്തില്ല, ഈ പരിപാടിയൊന്നും ശരിയാകത്തില്ലെന്ന് പറയും. ഇതേ അമ്മ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവൾ അവളുടെ ജോലി ചെയ്യണ്ടേന്ന് ചോദിക്കും. അല്ല അപ്പൊ നിന്നോട് പോലും പറയാതെ? അത് പിന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാന്ന് പറയണം. ചന്ദ്രമതിക്ക് ആകപ്പാടെ നാണക്കേടോ ബുദ്ധിമുട്ടോ എന്താന്ന് അറിയത്തില്ല. ചന്ദ്രമതി ഹാളിലേക്ക് ഭയങ്കര വിഷമത്തോടെ വന്നിരിക്കുമ്പോ രവീന്ദ്രൻ ചോദിച്ചു, എന്താന്ന് ചോദിക്കണം. ഒന്നില്ലാന്ന് പറയണം. രവീന്ദ്രൻ ചോദിച്ചു, എന്താ കാര്യമുണ്ടല്ലോ. അത് പിന്നെ വർഷം ജോലിക്ക് പോയെന്ന് പറയാം. അവള് ജോലിക്ക് പോട്ടെ, അതിനെന്താ കുഴപ്പമിരിക്കണേ. എന്നാലും അതാണോ രവിയേട്ടാ ഇവിടുത്തെ ഒരു മര്യാദയും കാര്യങ്ങളൊക്കെ ഇല്ലേ? അവള് ജോലിക്ക് പോയ കാര്യം ഒന്ന് പറഞ്ഞിട്ട് പോകേണ്ട മര്യാദ ഇല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടൻ രവീന്ദ്രൻ പറഞ്ഞു, എല്ലാരും എപ്പോഴും നിന്നോട് പറഞ്ഞിട്ട് പോണത് വല്ല കാര്യമുണ്ടോ ചന്ദ്രമതി? അങ്ങനെ നീ വിചാരിച്ചോണ്ടിരിക്കലെന്നൊക്കെ പറയാണ്. ചന്ദ്രമതിക്ക് പക്ഷെ സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചന്ദ്രമതി താൻ ഏതാണ്ട് വലിയ ആളാണ്, എല്ലാരും വീട്ടിൽ നിന്ന് പോകുന്നവരൊക്കെ പറഞ്ഞിട്ട് പോകണം. ഈ പറയുന്ന ശ്രുതിയാണെങ്കിലും രേവതി ആണെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ടാ പോകുന്നത്. അപ്പൊ ആ രീതി തന്നെ വർഷ വേണമെന്ന് നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല. വർഷ വലിയ വീട്ടിൽ നിന്ന് വന്ന പെണ്ണ, അവളുടെ ക്യാരക്ടർ അതാണ്, അവൾ അങ്ങനെയൊക്കെ പെരുമാറുള്ളൂ. അത് ചന്ദ്രമതിക്ക് അറിയില്ല. ചന്ദ്രമതി വിചാരിച്ചോണ്ടിരുന്നേ ഇപ്പൊ തന്നെ അങ്ങോട്ട് പൊക്കി പിടിച്ചോടെ നടക്കുമെന്ന് വിചാരിച്ചോണ്ടിരിക്കുക ചെയ്തേ. പക്ഷെ എല്ലാം മൊത്തം വെള്ളത്തിൽ വരച്ച വരവലയായിപ്പോയി. ആ സമയത്ത് ശ്രുതി അങ്ങോട്ട് വന്നു. ശ്രുതി വന്നിട്ട്, ചാഹ എനിക്കാണോ ചായ എന്നും പറഞ്ഞിട്ട് ചായ കുടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും പറഞ്ഞു, അതെ ഞാൻ വർഷയ്ക്കും ഉണ്ടെന്നാന്ന് പറയണം. ആണോ എന്നും പറഞ്ഞ് അത് ചായ അങ്ങോട്ട് വെച്ചു. ശ്രുതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടപ്പേ. ഇന്നലെ വരെ ശ്രുതിക്ക് ചായ എടുത്തോണ്ട് കൊടുത്തിരുന്ന ആള് പെട്ടെന്ന് ഒരു ദിവസം അതിനേക്കാളും കുറച്ചുകൂടെ പണമുള്ള ആള് വന്നപ്പോഴത്തേനും നേരെ പ്ലേറ്റ് അങ്ങോട്ട് മാറ്റി വർഷയുടെ അടുത്തേക്ക് തിരിഞ്ഞു. ചായ വർഷയ്ക്കായി. അപ്പൊ ശ്രുതിക്ക് മനസ്സിലായി, ഇനി ഇപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൾക്കാർക്കും ഇവിടെ പ്രാധാന്യം കൂടുതൽ. അപ്പോഴേക്ക് ശ്രുതി വന്നിട്ട് പറഞ്ഞു, ഇതെന്നാ ശ്രുതിക്ക് മാത്രം ചായ എനിക്കില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ശ്രുതി ഒന്ന് ശ്രുതിനെ നോക്കുകയാണ്. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു, ഞാൻ ആർക്കും ചായ ഒന്നും എടുത്തിട്ടില്ല, പോയി എടുത്തു കുടിക്കാൻ പറയാണ്. ശ്രുതിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എന്താമ്മ അങ്ങനെ പറയണേ? അപ്പൊ ഇമ്മ ചായ കൊണ്ടുവന്നോ? പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, ഇത് വർഷയ്ക്ക് കൊണ്ടുവന്നോ? ഓഹോ, അപ്പൊ വർഷയ്ക്ക് ഇന്നലെ വരെ അമ്മ ഞങ്ങൾക്ക് ചായ എടുത്ത് തരുമായിരുന്നല്ലോ. ഇത് കേട്ടാ രവീന്ദ്രൻ പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതെ ഇന്നലെ വരെ അവൾ എങ്ങനെ എടുക്കുമായിരുന്നു പറയണം. അപ്പോഴേക്കും അങ്ങോട്ട് വന്ന് സച്ചി പറഞ്ഞു, ഇന്നലെ വരെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് കാരണം ഉണ്ടായിരുന്നു, പണക്കാരിയായിരുന്നു. പക്ഷെ ഇന്ന് അതിനേക്കാൾ ഇച്ചിരി പണമുള്ള ആള് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നേരെ പ്ലേറ്റ് അങ്ങോട്ട് മാറ്റിയെന്ന് പറയാ. ഇനി നോക്കി എന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയണം. ഇതിൽ പോലെ ഒരു നാണക്കേട് ശ്രുതിക്കും ഉണ്ടാവാനില്ലായിരുന്നു. പിന്നീട് സച്ചി അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴത്തേന് രേവതി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ രേവതിയോട് പറഞ്ഞു, അതെ ഞാൻ കുളിക്കാൻ പോവാ, ബാത്റൂമിൽ സോപ്പില്ല, സോപ്പ് എടുത്ത് തരാൻ പറയണം. ഇത് കേട്ടപ്പോഴത്തേനും പറഞ്ഞു, അല്ല താഴത്തെ ബാത്റൂമിൽ പോയി കുളിച്ചോളാൻ പറയണം. അതെന്തിനാ താഴത്തെ ബാത്റൂമിൽ? അവിടെ പൈപ്പൊക്കെ ശരിയാക്കി, അവിടെ പൈപ്പൊക്കെ പൊട്ടിക്കിടക്കുമല്ലായിരുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പൈപ്പ് ശരിയാക്കിയിട്ടില്ല, ഞാൻ വെള്ളം പിടിച്ചോണ്ട് പോയാൽ കുളിച്ചേ. അതിന്റെ കാര്യം എന്താ, മോളി ബാത്റൂം ഉണ്ടല്ലോ, അത് പിന്നെ വർഷയെ ശ്രീകാന്ത് ഉപയോഗിക്കുന്നില്ല, 2-3 ദിവസം കൂടെ അവർക്ക് മുറി വേണ്ടെന്ന് വെക്കുക എന്നും പറഞ്ഞുകൊണ്ട്. അല്ല അമ്മ പറഞ്ഞു അവിടെ പോയി കുളിക്കേണ്ട, താഴെ പോയി കുളിച്ചാൽ മതി. ഓഹോ, അപ്പൊ നീ ആ പൊട്ടിയ പൈപ്പിന്റെ ചോട്ടി പോയെന്നാണോ കുളിച്ചേ?
നീ എന്തിനാണ് അവിടെ പോയി കുളിക്കാൻ പോയത് വെള്ളം പിടിച്ചോണ്ട്, നിനക്കൊരു വാക്ക് പറയാൻ വരാനും ചോദിക്കും. അത് പിന്നെ സച്ചേട്ടാ ഒരു കാര്യം ചെയ്ത് സച്ചേട്ടാ സോപ്പ് എടുത്തുതരാം, അപ്പോൾ കുളിച്ചോളാനും പറഞ്ഞുകൊണ്ട് സോപ്പ് എടുത്ത് കൊടുക്കുകയാണ്. ഈ സമയം സച്ചി രണ്ടും കൽപ്പിച്ചാണ് അങ്ങോട്ട് പോകുന്നത്. സച്ചി പക്ഷെ നേരെ പോയത് അങ്ങോട്ടൊന്നും അല്ല പോയത്, റൂമിലേക്ക് പോയത്. അപ്പൊ ശ്രീകാന്ത് അവിടെ ഉണ്ടായിരുന്നു. ശ്രീകാന്ത് മുടിയൊക്കെ ചീവിക്കൊണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് സച്ചി എന്നിട്ട് ശ്രീകാന്തിന്റെ ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കാൻ തുടങ്ങിയപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു, ഇതെന്താ കാണിക്കണേ? അതെ, നിന്റെ എന്തെങ്കിലും സാധനങ്ങൾ ഈ മുറിയിലുണ്ടോന്ന് ചോദിക്കും. വേറൊന്നുമില്ല, ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ട് മുറിയിലേക്ക് പുറത്തേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ചോളാൻ പറയാണ്. എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. കാര്യമുണ്ട്, നീ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുക, എനിക്കൊന്ന് കുളിക്കണമെന്ന് പറയാണ്. ഇതും പറഞ്ഞിട്ട് ശ്രീകാന്തിന്റെ ബാഗ് എടുത്ത് പുറത്തേക്ക് വെച്ചു. പിന്നെ ഒരു ദിവസത്തേനെ മുറി തന്നെ ഓർമ്മയുണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് തൊട്ട് ഞങ്ങളുടെ മുറിയാണിത്. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് അല്ല പിന്നെ അത് പിന്നെ സച്ചേട്ടൻ ഞാൻ കൂടുതലൊന്നും പറയാനില്ല, പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞാൽ ബാഗ് ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവച്ചിട്ട് ശ്രീകാന്തിനെ പുറത്തിറക്കിയിട്ട് സച്ചി കഥ അടയ്ക്കുവാണ്. സച്ചി അവിടെ കുളിക്കാൻ കയറി. ഈ സമയം രേവതി ഇതൊന്നും ഒട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ബാക്കി എല്ലാവരും ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. അപ്പത്തേനും സച്ചിക്ക് ഫുഡ് എടുത്തു കൊടുക്കാൻ രേവതി ചെയ്യുന്നു. അങ്ങനെ സച്ചി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് രേവതി ഓരോന്ന് എടുത്തോണ്ട് കൊടുക്കുക. അപ്പൊ ചന്ദ്രമതി ശ്രുതിയൊക്കെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുക. അപ്പൊ ചന്ദ്രമതി പറഞ്ഞു, നീ അവന് മാത്രം കൊടുത്താൽ മതിയോ, ഞങ്ങൾക്കും വേണ്ടേ ഫുഡ്, ഇങ്ങോട്ട് കൊണ്ട് ചമ്മന്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ദേഷ്യപ്പെടുവാണ്. തൊട്ടടുത്തിരിക്കുന്നുണ്ടെങ്കിലും അത് പോയി കൈ എത്തിച്ചെടുക്കാനുള്ള മടി എല്ലാം രേവതി ചെയ്യട്ടെ എന്നുള്ള ഇത്. രേവതി ആണെങ്കിലും മറുത്തൊന്നും പറയാൻ പോകുന്നില്ല. ബാക്കി എല്ലാവരും അവിടെ ഇരുന്ന് വെട്ടുവഴിക്കൊണ്ടിരിക്കുക. ശ്രുതിയാണെങ്കിലും ദേഹമാണെങ്കിൽ ഒരു ജോലി പോലും ചെയ്യുന്നില്ല. പിന്നീട് സച്ചി പറഞ്ഞു, നിന്റെ പണി തീർന്നു നിൽക്കും. ഇല്ല സച്ചി, കുറച്ചുകൂടെ ഉണ്ട്, ഇങ്ങോട്ട് വരാൻ പറയാണ്. അങ്ങനെ ആഹാരം കഴിച്ച് കഴിഞ്ഞപ്പോൾ മുറിയിലേക്ക് കൊണ്ടുപോവാ. നിനക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ടോ നിൽക്കും. കഴുകാൻ തുണി എടുക്കാണ്ടെന്ന് പറയും. അന്ന് എടുക്കാൻ പറയണം. അല്ല മൊബൈൽ ഫോണോ, അതും എടുക്കണം, അന്ന് അതൊക്കെ എടുക്കുക, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തോളാൻ പറയണം. ആന്തന്നെ സച്ചിയുടെ ഇപ്പൊ എടുക്കാൻ പറയാണ്. എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും സച്ചി മുറി പുറത്തുനിന്ന് അങ്ങോട്ട് പൂട്ടുക. ഇതെന്തിനാ മുറി പൂട്ടിയത്? സച്ചിക്ക് ഈ കൈ വെച്ചിട്ട് പറഞ്ഞ, അതെ ഈ നമ്മുടെ മുറിയാണ്, ഇന്നു മുതൽ വേറെ അവിടെ കയറേണ്ട കാര്യമില്ല, പറഞ്ഞ മനസ്സിലായല്ലോ. പകലിവിടെ പലർക്കും ഒക്കെ മുറി വന്ന് കിടക്കണം എന്നൊക്കെ തോന്നും, ഇനി അതിന്റെ കാര്യമില്ലെന്ന് പറയണം. ഈ സമയം ചന്ദ്രമതി എഴുന്നേറ്റിട്ട് ചോദിച്ചു, നീ എന്താ സച്ചി കാണിക്കണേ? മുറി പൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ വർഷ ശ്രീകാന്ത് എവിടെ കിടക്കുന്നു ചോദിക്കാം. അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല, ഞാൻ പോയേക്കോ എന്ന് പറഞ്ഞിട്ട് മുറിയും പൂട്ടി കീയും പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം രേവതിക്ക് വല്ലാത്തൊരവസ്ഥയായിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചന്ദ്രമതിക്ക് അവിടെ സഹിച്ചില്ല. ശ്രീകാന്തിന് വിഷമമായിപ്പോയി. ശ്രീകാന്തിന് ചന്ദ്രമതിയോട് പറഞ്ഞു, ഓഹോ അപ്പൊ ഇതാണല്ലമ്മേ, അല്ല ഇവിടെ ഞങ്ങൾക്കൊരു മുറി പോലും ഇല്ല, സംഭവിച്ചു. പക്ഷെ അമ്മ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അമ്മ എന്താ പറഞ്ഞത്? എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, 2 ദിവസത്തിനെല്ലാം മുറി തരാമെന്നല്ലേ ചോദിച്ചുള്ളൂ, മുറിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അതിന്റെ പേരിൽ ഇങ്ങനെ കാണിക്കണമായിരുന്നോ? മുറി പൂട്ടി കീയുമായിട്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഞങ്ങൾ നേരത്തെ താമസിച്ച ആ വീട് ഇനിയാണെങ്കിലും ഞങ്ങൾക്ക് വാടകയ്ക്ക് കിട്ടും. അത് പോരാഞ്ഞിട്ട് എനിക്കാണെങ്കിലും വർഷയ്ക്കാണെങ്കിലും ജോലിയുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വീടെടുത്ത് താമസിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ നിങ്ങോട്ട് പോയേക്കാന്ന് പറയണം. ഞങ്ങൾ വാടകയ്ക്ക് പോയി താമസിച്ചോളാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി നിങ്ങൾ പോവാനാ? നിങ്ങൾ പോകേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. നിങ്ങൾ എങ്ങോട്ട് പോകാനായിട്ടാ? ഒരിടത്തേക്ക് നിങ്ങൾ പോകണ്ടെന്ന് പറയണം. നിങ്ങൾ ഇവിടെ താമസിക്കേണ്ട. വേണ്ടമ്മേ, ശരിയാകത്തില്ല, ഇവിടെ മുറിയില്ലല്ലോ ഞങ്ങൾക്ക് കിടക്കാനായിട്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എങ്കിൽ വർഷേനെ സംബന്ധിച്ചിടത്തോളം അവളെ ഇങ്ങനെ നിലത്ത് കിടത്തുന്നേ, അവള് വലിയ വീട്ടിൽ നിന്ന് വന്നതും കൂടെ അല്ലേ, പിന്നെ അവൾ എന്ത് വിചാരിക്കും? പിന്നെ മുറി പൂട്ടിയെന്നും കൂടെ അറിഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം. ചന്ദ്രമതി, നീ ഇപ്പൊ തൽക്കാലത്തേക്ക് പോയിട്ട് വാ, ജോലിക്ക് പോയിട്ട് വാ, വൈകുന്നേരം വരുമ്പോഴത്തേനും നിനക്കുള്ള മുറിയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തന്നേക്കാം, ആ കാര്യത്തിൽ നിനക്കൊരു ഭയവും വേണ്ടെന്ന് പറയണം. പറഞ്ഞു കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് വരാമെന്ന് പറയണം. അങ്ങനെ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് പോവാ. ചന്ദ്രമതിക്ക് സഹിച്ചില്ല. ചന്ദ്രമതി നേരെ അടുക്കളയിലേക്ക് വന്നപ്പോൾ രേവതി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. രേവതിയോട് പറഞ്ഞു, നിനക്കിപ്പോ സമാധാനമായല്ലോ, നിനക്ക് നാണം ഉണ്ട് വഴി, നിനക്ക് ഇതിന് മാത്രം നിനക്ക് എന്താ ഇരിക്കണേ? ഒരു ദിവസം പോലും അവനും നിനക്ക് മാറിക്കിടക്കാൻ പറ്റില്ലല്ലേ? ഇത്ര ദിവസം കൊണ്ട് അവനെ മയക്കി വെച്ചിരിക്കുക, കാണാനും കൊള്ളാമെങ്കിലും കുഴപ്പമില്ല, ഒന്നുമില്ലാത്ത ഒരുത്തി. അന്നിട്ടോ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ഇപ്പൊ അവനെ കെട്ടിപ്പിടിച്ചാലാ നിനക്ക് കിടക്കാൻ പറ്റില്ലല്ലേ, അതുകൊണ്ടല്ലേ അവൻ മുറി കൊടുക്കാത്തെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോശമായ രീതി സംസാരിക്കുകയാണ്. ആകെപ്പാടെ സങ്കടമായിപ്പോയി രേവതിക്ക്. രേവതിയുടെ കണ്ണ് രണ്ടും നിറഞ്ഞു വന്നു. അപ്പോഴേ ശ്രുതിയും കൂടെ അങ്ങോട്ട് വന്നു. അവരും കേട്ടി പറയുന്നതൊക്കെ, കാരണം അവരും കൂടെ കേൾക്കാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എത്രയും മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു മര്യാദയോടെ പറയണ്ട, അതുപോലും ഇല്ലാതെ പറയണേ. രേവതിക്ക് വല്ലാത്ത സങ്കടമായി. രേവതിയോട് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് അവനോട് വന്ന് വീട് തുറന്നു വരാൻ പറഞ്ഞോളാം, അല്ലെങ്കിൽ എന്റെ തനി സ്വരൂപം അറിയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് പോവാണ്. രേവതിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് പറഞ്ഞു, രേവതി എന്ത് പരിപാടി കാണിച്ച സച്ചിക്ക് ആ മുറി അങ്ങോട്ട് തുറന്നു കൊടുത്താൽ പോരായിരുന്നോ? എന്തിനാ മുറി അടച്ചിട്ടെ? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആരും ചെയ്യുന്ന പരിപാടിയാണോ? ശ്രുതി പറഞ്ഞു, പിന്നെ മോശക്കടല കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നാനാ വഴിക്കൊന്നും സച്ചിനെയും രേവതിനെ കുറ്റപ്പെടുത്തുവാണ്. രേവതിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രേവതിക്ക് അതിനകത്തൊരു പങ്കുമില്ലാത്ത കാര്യമാണ് താനും. പിന്നീട് രേവതിക്ക് സഹിക്കാൻ പറ്റിയില്ല. രേവതി അങ്ങോട്ട് പോവാണ്. ഈ സമയം ശ്രീകാന്ത്
വർഷയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. വർഷനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വർഷയുടെ ഡബിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീകാന്ത് എന്നിട്ട് പറഞ്ഞു, അതെ നമുക്ക് 2 ദിവസം ഒന്ന് പുറത്ത് പോയാലേ നിൽക്കണം. പുറത്ത് എവിടെ? അല്ല എവിടെയെങ്കിലും ഒന്ന് നമ്മൾ ഹണിമൂൺ പോയില്ല, ഹണിമൂൺ പോകാന്ന് പറയാം. അതിപ്പം ഇത്ര പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്ന? ഞാൻ ലീവിനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ലെന്ന് പറയാണ്. അതെന്താ? അത് കുഴപ്പമില്ല, ഞാൻ പറയാന്ന് പറയണേ. വേണ്ട, അത് ശരിയാകത്തില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും റൂം എടുത്ത് എവിടെയെങ്കിലും താമസിച്ചാലോ? അതെന്തിനും ഇത്ര അടുത്ത് വീടുള്ളപ്പോൾ നമ്മൾ ഇവിടെ റൂം എടുക്കേണ്ട കാര്യമുണ്ടോ? അല്ല അത് പിന്നെ നമുക്ക് 2 ദിവസം എൻജോയ്മെന്റ് ആവുമല്ലോ എന്ന് പറയണം. അല്ല 2 ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിന്നോളാൻ പറയാണ്. ഇതെന്തിനു ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കാം. വർഷയ്ക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ ശ്രീകാന്തിനെല്ലാം അറിയത്തുള്ളൂ മുറിയില്ലെന്നുള്ള കാര്യം. ഈ സമയം വർഷ പറഞ്ഞു, ശ്രീകാന്തിന്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട്, എന്താണെങ്കിലും എന്നോട് തുറന്നു പറ. അവസാനമാണ് ശ്രീകാന്ത് ആ കാര്യം പറയണേ. മുറിയില്ലാത്ത കാര്യം സച്ചേന്റെ രേവതിയുടെ മുറിയാണ് തന്നത്. ഇപ്പൊ ആ സച്ചയുടെ മുറി പൂട്ടിയിട്ട് പോയി. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വർഷം പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ സച്ചേനെ എനിക്ക് പണ്ടോട്ടെ കാണത്തില്ല. അങ്ങേരെ എന്തൊരു സ്വഭാവം അങ്ങേരുടെ. മനുഷ്യൻ അങ്ങേരുടെ അടുക്കുവോ? ഓ, ആ രേവതിയെടുത്ത് എങ്ങനെ സഹിച്ചിരിക്കുന്നു പറഞ്ഞ് മനസ്സിലാകുന്നില്ല. പിന്നെ ഈ കാര്യത്തിന് ഇനിയിപ്പം നമ്മൾ വേറെ പോയി താമസിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ വേറെ റൂം എടുക്കേണ്ട കാര്യമില്ല. അതിനുള്ള പരിഹാരമൊക്കെ എനിക്കറിയാം എന്ന് പറയണം. ഇത് കേട്ടത് ശ്രീകാന്ത് ചെന്ത് അതൊക്കെ ഉണ്ട്. ശ്രീകാന്ത് ഇപ്പൊ എൻ്റെ ഒപ്പം വാ, നമുക്ക് പുറത്തേക്ക് ഫുഡ് കഴിക്കാം, എനിക്ക് നന്നായിട്ട് വിശക്കുന്നൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ട് വർഷം അങ്ങോട്ട് പോകുന്നുണ്ട്. ആ സമയം രേവതി വല്ലാത്ത വിഷമത്തിലായിരുന്നു. രേവതി വന്നിട്ട് സച്ചിനെ ഫോൺ ചെയ്യുവാണ്. സച്ചിനെ ഫോൺ ചെയ്തിട്ട് സച്ചി കോള് പോലും എടുത്തില്ല. രേവതിക്ക് വല്ലാത്തൊരു വിഷമമായിപ്പോയി. 2-3 വട്ടം കോൾ എടുത്തിട്ട് എടുക്കത്തില്ല. ഈ സമയത്ത് സച്ചിയുടെ അടുത്ത് മഹേഷ് ഉണ്ടായിരുന്നു. മഹേഷ് ചോദിച്ചു, നീ എന്താടാ ഫോൺ എടുക്കാത്തെ? നിനക്ക് ഫോൺ എടുക്കാൻ മേലേന്ന് ചോദിക്കും. വേണ്ട, ഞാൻ ഫോൺ എടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഫോൺ എടുത്താൽ ശരിയാകത്തില്ലെന്ന് പറയും. നീ ഫോൺ എടുക്ക്. വേണ്ട, ശരിയാകത്തില്ലെന്ന് പറയാം. കാര്യം എന്താ? എടാ ഫോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിന്നോട്, മുറി തുറക്കാനും പറഞ്ഞ് അവള് പറയും. ആ മുറി തുറക്കാൻ വേണ്ടി അതിനുവേണ്ടി വിളിക്കുന്ന അങ്ങനെ അതിന്റെ ആവശ്യമില്ല. എടാ അപ്പം നിനക്ക് വൈകുന്നേരം വീട്ടിലേക്ക് പോകണ്ടേ? വീട്ടിൽ ചെല്ലും മുറി തുറക്കണ്ടേന്ന് നിൽക്കും. പിന്നെ വൈകുന്നേരം ഞാൻ വല്ല ഓട്ടവും പോകും. അപ്പൊ അവളോട് ഞാൻ പറയും, നീ നിന്റെ വീട്ടിലേക്ക് പൊക്കോളാൻ പറയും. എങ്ങനെയുണ്ട് അതിന്റെ ഐഡിയ? ഞാൻ വീട്ടിലേക്കും പോകുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടതും മഹേഷോട് ഇതൊക്കെ ശരിയാവുന്ന കാര്യമാണോ? ശരിയാകുമെന്ന് പറയണം. ഫോൺ എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത സങ്കടമായി രേവതിക്ക്. കാരണം ചന്ദ്രമതി പറഞ്ഞ ഓരോ വാക്കുകളും ക്രൂരമായിട്ട് രേവതിയുടെ ചെവിയിൽ ഇങ്ങ് തുളഞ്ഞു കയറിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്രമതി കയറി വരുന്നേ. ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, അതെ നീ അവനെ വിളിച്ചോന്ന് ചോദിക്കും. ഞാൻ വിളിച്ചു, എടുത്തില്ലെന്ന് പറയാണ്. നീ കള്ളത്തരം പറയുന്നേ എനിക്കറിയാം. നീയും അവനും കൂടെ കൂടി ചേർന്ന ഡ്രാമയല്ലേ ഇത്? എനിക്കറിയാടി. നിനക്ക് നാണമുണ്ടോ? ഒരു ദരിദ്രവാസി കുടുംബത്തിൽ പറഞ്ഞാ നീ, എന്നിട്ട് അവൾക്ക് ഇപ്പൊ പട്ടുമത്തെ കിടക്കണം പോലും. അവനെ കെട്ടിപ്പിടിച്ച് കിടക്കാതെ നിനക്ക് പറ്റില്ലല്ലേ? നിന്നെ പോലെ ഒരു ജന്മമുള്ള ഈ വീട്ടിലേക്ക് കയറി വന്ന നീ എന്ന് കയറി വന്നോ അന്ന് തുടങ്ങിയത് ഈ കുടുംബത്തിന്റെ കഷ്ടകാലം. നിനക്ക് നാണമുണ്ട്, നീ ഇങ്ങനെ കാണിക്കുവോ? അവർ ഈയുടെ കല്യാണം കഴിഞ്ഞോളൂ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലമല്ലേ, കൊതിയും മതിയൊക്കെ തീർന്നല്ലേ, എന്നിട്ട് ഇനിയും വേണമെന്നൊക്കെ ചോദിച്ചിട്ട് മോശമായ രീതി വീണ്ടും സംസാരിക്കുക. രേവതിയുടെ കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകി. നീ കള്ളക്കരച്ചിൽ കാര്യമൊന്നും വേണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവനെ വിളിച്ച് പെട്ടെന്ന് മുറിവന്ന് തുറക്കാൻ പറ. തുറന്നില്ലെങ്കിൽ ഇന്നത്തോടു കൂടി നിന്റെ ഈ വീട്ടിലെ പൊറുതി അവസാനിക്കും. നീ വീടിന് പുറത്തായിരിക്കും എന്ന് പറയാം. ഇത് പറഞ്ഞ് ചന്ദ്രമതി ചവിട്ടി കുരിക്കാൻ കൂടി പോകുമ്പോൾ രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു വിഷമമായിപ്പോയി രേവതിക്ക്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അവസാനം രേവതി വീണ്ടും വിളിക്കുവാണ് സച്ചിനെ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് മഹേഷ് പറഞ്ഞു, എടാ കോൾ എടുക്കടാ, ഒരു പക്ഷെ അച്ഛനും വയ്യാതിരിക്കുന്നതല്ലേ, ഇനിയിപ്പോൾ അങ്കിളിനും അല്ല വയ്യായികയാണെന്ന് അറിയത്തില്ലല്ലോ, നീ കോൾ എടുക്കാൻ പറയണം. അവസാനം സച്ചി പേടിച്ച് കോൾ എടുത്തു. കോൾ എടുത്ത് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, അതെ നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് പറയണം. ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞു, എന്തിന്? എത്രയും പെട്ടെന്ന് വരണമെന്ന് പറയാം. അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും വയ്യായിക ഉണ്ടോന്ന് നിൽക്കും. അച്ഛനല്ല കുഴപ്പം, വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങളോട് വരണമെന്ന് പറയാം. വന്നാൽ മുറി തുറക്കാൻ പറയണം. ഓ അതിനാണോ? ഞാൻ വരുന്നില്ല എന്ന് പറയണം. ഇത് കേട്ടൻ രേവതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾക്കൊക്കെ രാവിലെ അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ മതി. ഈ വീട്ടിലുള്ളവർ വേണം പിന്നെ അനുഭവിക്കാനായിട്ട്. എന്നെ കൊണ്ട് പറ്റില്ല, സഹിക്കാൻ പറ്റുന്നവരെ അപ്പുറമായി. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ല. വരുന്നുണ്ട് വാ, അല്ലെ പിന്നെ എന്നെ കാണത്തില്ലെന്ന് പറയാണ്. ഇത് കേട്ടത് സച്ചിക്ക് വല്ലാത്തൊരു തോന്നി. സച്ചിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന്. ശരി ശരി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. മഹേഷ് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേടാ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാ, നീ വീട്ടിലേക്ക് ചെല്ലാൻ പറയാണ്. അങ്ങനെ പിന്നെ സച്ചി വീട്ടിലേക്ക് വരിക. സച്ചി വീട്ടിലേക്ക് വന്നപ്പോൾ ചന്ദ്രമതി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രമതി ഇങ്ങനെ ട്യൂഷനായിട്ട് നോക്കുന്നപ്പോൾ സച്ചി വെച്ചു, എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്റെ രേവതി എന്തേന്ന് ചോദിക്കാം. എനിക്കറിയത്തില്ല, പോയി അന്വേഷിക്കാൻ പറയാണ്. നീ ആ മുറി തുറക്കാൻ പറയാണ്. ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, ഞാൻ എന്തിനും മുറി തുറക്കണം? മുറി തുറക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയാണ്. ദേ പറയും നിങ്ങളുടെ അനുസരിച്ചാൽ മതി, തുറക്കാൻ പറഞ്ഞ് തുറന്നാൽ മതി എന്ന് പറയാം. ഞാൻ എന്തിനു തുറക്കണം? എന്റെ മുറി ഒളിച്ചോടി പോയതിനൊക്കെ വേറെ വല്ലയിടത്തും പോയി കിടക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ വേറെ മുറി ഉണ്ടല്ലോ, അവിടെ ഏതെങ്കിലും മുറിക്കകത്ത് അവരെ താമസിപ്പിച്ചാൽ എന്താ കുഴപ്പം? അപ്പോഴേക്ക് ശ്രുതിയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പൊ ശ്രുതിയൊക്കെ സച്ചിനെ കുറ്റപ്പെടുത്തുവാണ്. ശ്രുതി പറഞ്ഞു, നിനക്ക് മുറി കൊടുത്താൽ എന്താ കുഴപ്പമിരിക്കണേ? 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളെന്ന് ചോദിക്കാണ്. സച്ചിയോട് ഒന്നൊരു കാര്യം ചെയ്യേ, നീ അങ്ങോട്ട് കൊടുക്ക്. നീ നിന്റെ ഭാര്യയും ഉണ്ടല്ലോ അവിടെ, നീക്ക് 2 പേർക്കും മുറി കൊടുത്തിട്ട് നിങ്ങൾ പുറത്തെവിടെയും ഇറങ്ങിക്കിടുന്നോ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാണ്. ഇത് കേട്ട അവർക്കും കൂടി ഇഷ്ടപ്പെട്ടില്ല. ശ്രുതി പറഞ്ഞു, സച്ചി ഈ കാണിക്കുന്ന മോശമാണെന്ന് പറയണ, ഒരു മോശക്കേടും ഇല്ലെന്ന് പറയണ.
അപ്പോഴേക്കും രേവതി അങ്ങോട്ട് വന്നു. രേവതിയുടെ മുഖം കലങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ സച്ചിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി, എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന്. രേവതിയോട് പോയി കാര്യങ്ങളൊക്കെ ചോദിക്കണം. രേവതി ഒന്നും പറഞ്ഞില്ല. സത്യം പറ, നിന്റെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കാം. ഒന്നുമില്ല എന്ന് പറയാണ്. സത്യം പറ, എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കാം. അവസാനം രേവതി പറഞ്ഞു ഒന്നുമില്ലാന്ന്. പിന്നീട് സുധിയുടെ അടുത്ത് എന്തിനു ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും അവിടെ എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കാം. ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ലെന്ന് പറയാം. അപ്പൊ പിന്നെ ചന്ദ്രമതിയാന്ന് മനസ്സിലായി. നേരെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ചന്ദ്രമതി ചോദിച്ച് ചന്ദ്രമതി ഒന്നും പറയാൻ കൂട്ടാക്കില്ല. അവസാനം രേവതിയുടെ അടുത്ത് എന്നിട്ട് സത്യം പറ, ആരെന്താ പറഞ്ഞത് എനിക്ക് ഈ സെക്കൻഡിൽ അറിയണമെന്ന് പറയാണ്. പിന്നീട് രേവതി കാര്യങ്ങൾ പറയാണ്. മുറി കൊടുത്തതിന്റെ പേരില് ചന്ദ്രമതി പറഞ്ഞ് എന്ത് സഹിക്കാം, എനിക്ക് മുറിയൊന്നും വേണ്ട, ഞാനിവിടെ നിലത്തിൽ പായരിച്ച് കിടന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ വലിയ പണക്കാർ കുടുംബത്തിൽ ജനിച്ചൊന്നുമല്ല, അതുകൊണ്ട് എനിക്കതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേങ്കിൽ ഒരമ്മ പറയാൻ പാടാത്ത പല കാര്യങ്ങളും അമ്മയെന്ന് പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം വരുന്നെന്ന് പറയാണ്. ഇത് കേട്ടോണ്ട രവീന്ദ്രൻ അങ്ങോട്ട് വന്നേ. രവീന്ദ്രൻ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആ സമയം സച്ചി നേരെ ചന്ദ്രമതിക്ക് നേരെ തിരിയുവാണ്. പിന്നെ സച്ചി പറയാൻ പറ്റുന്ന എല്ലാം പറഞ്ഞു. നിങ്ങളൊരു അമ്മയാണോ? അമ്മമാർക്ക് തന്നെ അപമാനമല്ലേ? ഒരു മരുമകളോട് പറയാൻ പറ്റുന്ന കാര്യമാണോ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ഒരു ഭാര്യ അല്ലായിരുന്നോ? നിങ്ങളൊരു സ്ത്രീ അല്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് മാക്സിമം അങ്ങോട്ട് പൊളിച്ചടുക്കുവാണ് അങ്ങോട്ട്. എല്ലാം പറഞ്ഞിട്ട് സച്ചി പോയി ആ കഥ അങ്ങ് തുറന്നിട്ട് പറഞ്ഞു, എന്ത് വെള്ളം കാണിക്കുക, കിടക്കുവോ കിടക്കാതിരിക്കുവോ, ഇനി പുറത്തുനിന്ന് ആരെങ്കിലും വിളിച്ചോണ്ട് കിടക്കുവോ, പട്ടീനെ പൂച്ചേനെ എന്തിനു വെള്ളം കയറ്റി കിടത്താനും പറഞ്ഞാൽ കീയും കൂടെ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു. ഇനി ഞാൻ ഈ മുറിക്കകത്തേക്ക് കയറുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ടോണ്ട് രവീന്ദ്രൻ ഒരു നിമിഷം ഇങ്ങനെ ചന്ദ്രമതിനെ നോക്കണം. ചന്ദ്രമതിനെ വിളിച്ചിട്ട് ബാ മുറിയിലേക്ക് കയറി വരാൻ പറയാണ്. ഇത് കേട്ടാൽ ചന്ദ്രമതിക്ക് മനസ്സിലായി തനിക്കിട്ടുള്ള പണി കിട്ടാൻ പോവാന്ന്. അങ്ങനെ ചന്ദ്രമതിനെ വിളിച്ചോണ്ട് രവീന്ദ്രന്റെ അകത്തേക്ക് കയറുവാണ്. അകത്ത് കയറി ചന്ദ്രമതിനെ പഞ്ഞിക്കിടുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ. പിന്നീട് രവീന്ദ്രൻ അവസാനമായിട്ട് പറഞ്ഞു, ഇനി എന്തെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ കർണം അടിച്ചു പോയിക്കും, ഇതിനെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കുന്നു. ഇത് അവസാന വാണിംഗാന്ന് പറയാണ്. ഇനിയും കൂടെ എന്നെ കൂടി ചെയ്യിക്കരുതെന്ന് പറയാണ്. അങ്ങനെ രവീന്ദ്രൻ അടിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.